ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് കാണണ്ടേ, മൂന്നാമത്തെ ആഴ്ചയിലത്തെ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം. ഇത് നമ്മുടെ ചുവന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതേ 3 നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്, അതിന് ഇത്ര ഹൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിനെ ഓരോ ഇതേപോലത്തെ ചെടിച്ചട്ടിലോട്ട് മാറ്റി നടണം. ഇത് നമ്മുടെ ആനക്കൊമ്പ വണ്ടിയാണ്. അതാണെങ്കിൽ അതേ 3 ഉണ്ട്. ഇതിപ്പോൾ അതേ ഇങ്ങോട്ട് നീങ്ങി കിടക്കണം, അതിനൊന്ന് ഉറപ്പിക്കണം. അത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വഴുതനങ്ങയാണ്. വഴുതനങ്ങയുടെ ആണെങ്കിൽ എന്തേ കാണാം, ഇലയുടെ ഷേപ്പൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരിക്കും ആ വഴുതനങ്ങയുടെ ഇലയുടെ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ മുളയ്ക്കുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ഇലയില, ഈ മുളകിൻ്റെ പോലത്തെ ഇലയില ഉണ്ടാവണേ. അപ്പോൾ ഇതിപ്പോൾ അതൊക്കെ മാറി വന്നിട്ടുണ്ട്. പിന്നെ ഇതേ പാവയ്ക്ക ഒരെണ്ണം ഉണ്ടായുള്ളെങ്കിലും ഇതേ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇതേ വള്ളി വീണു തുടങ്ങി. ഇപ്പോൾ ലൈറ്റുമേലേക്കാണ് ആൾ പിടിച്ച് കയറാൻ നോക്കുന്നത്. അപ്പോൾ അതിനെ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. പിന്നെ ഞാൻ ആ പുറത്ത് വെച്ചിരുന്ന സൈഡിൽ നിന്ന് കുമ്പളത്തിൻ്റെ മുളച്ചത് ഇങ്ങടേക്ക് കയറ്റി വെച്ചു. അപ്പോൾ 3 കൂടെ ഇതിനകത്ത് വലുതാവുന്നുണ്ട്. ഇതാവോന്ന് അറിയില്ല, അങ്ങനെ ഇരിക്കണ കാരണം കൊണ്ട്. അപ്പോൾ ഇതിൽ 3 ഉണ്ട്. നമ്മുടെ ഈ ട്രേയിൽ വെച്ച കുമ്പളം ഇതാണ്. ട്രേയിൽ വെച്ച കുമ്പളം എന്തേ അത്യാവശ്യം വലിയ ഇലയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വലിയ ഇലയൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുളക്, നോർമൽ മുളക്, അതിനതേ ഇലകളൊക്കെ വലുതായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവരെല്ലാം ഓരോരുത്തരെ ഓരോ ചട്ടിയിലോട്ട് നമുക്ക് മാറ്റണം. കാരണം ഇത്രയും വലുതായ കാരണം കൊണ്ടേ ഇനി ഒരു ചട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് അത്രയും എഫക്റ്റ് ആയിരിക്കത്തില്ല. പിന്നെ നമ്മുടെ വെള്ളക്കാന്താരിൻ്റെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ട്രേയിൽ വെച്ച ചെടികളൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വളർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ സാധാരണ പുറത്ത് ജനലിൻ്റെ മറ്റേ വാതിലിൻ്റെ അടുത്ത് വെച്ചേക്കണ ചെടികളെക്കാളും നല്ല സ്പീഡിലാണ് ഇവിടെ വെച്ചേക്കുന്നത് വളർന്നു വന്നേക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും വെട്ടവും ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ടാണ്. മറ്റേതിനൊക്കെ വെട്ടവും ചൂടും ലൈറ്റ് എപ്പോഴും കത്തി കിടക്കുമ്പോൾ അത്യാവശ്യം ചൂടുണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ പാവയ്ക്കയുടെ വള്ളി ഇങ്ങോട്ട് കയറി പിടിച്ചോണ്ട് പോകണേ. അപ്പം അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ജനലയുടെ സൈഡിലൊന്ന് പോയി കണ്ടാലോ. ഇതാണ് നമ്മുടെ ജനല വാതിലിൻ്റെ സൈഡിലത്തെ ആൾക്കാർ വളർന്നു വന്നിട്ടുണ്ട്. ഇത് കാന്താരിയാണത്, വളർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിന് മറ്റേതിൻ്റെ അത്ര സ്പീഡിലല്ല വളരണേ. മുളച്ച് വന്നേക്കണവരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ കാശ്മീരി മുളകൊക്കെയാണ്, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ അത്ര സ്പീഡില്ല. ഇത് സ്നോപ്പിയാണ്, അതിനെല്ലാം വള്ളി വീണിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ആൾക്കാർ. ഇതും വെണ്ടയാണ്. അപ്പോൾ അവർ വലുതായിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ ഇത് നമ്മുടെ പയറിൻ്റെയും സ്നോപ്പിയും ഒക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡാലിയ നന്നായിട്ട് വലുതായിട്ടുണ്ട് കേട്ടോ. ഇത് ഡാലിയയാണ്. ഡാലിയ അത്യാവശ്യം നന്നായിട്ട് തന്നെ വലുതായിട്ടുണ്ട്. നമുക്ക് പറിച്ച് നടുമ്പോൾ നമുക്ക് ആണെങ്കിൽ അതിനെ പലതായിട്ട് 3-4 നടാൻ പറ്റും. പിന്നെ ആ പയറുകളാണ് അവിടെ നിൽക്കുന്നത്. ഇവ നിൽക്കുന്ന പയറുകളാണ്. മറ്റേത് ഞാൻ അപ്പുറത്തെ സൈഡിലെത്തിയിട്ട് കാണിക്കാം. പിന്നെ ഇത് ഫ്രഷ്കോന്ന് വനച്ച മുളക്. പിന്നെ ഇതാണെങ്കിൽ കാന്താരി പോലത്തെ മുളകാണ്. ഇതൊക്കെ സ്നോപ്പിയാണ്. ഇതും മുളകാണ്. ഇതും ഫ്രഷ്കോല മുളകാണ്. ഇത് ഫ്രഷ്കോന്ന് തന്നെ വാങ്ങിച്ച നമ്മുടെ ഉണ്ടമുളക് ഉണ്ടല്ലോ, ഭയങ്കര ഒരു മണമുള്ള ടൈപ്പ് മുളക്, അതാണ്. അത് ഈ പ്രാവശ്യമാണ് മുളച്ചേക്കുന്നത്. പിന്നെ ഇത് എല്ലാം സ്നോപ്പിയാണ്. അവരെല്ലാവരും വള്ളി ഇട്ട് തുടങ്ങി. വള്ളി വന്നേക്കണ കാരണം കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പയറിനാണെങ്കിലും അതെ വന്നിട്ടുണ്ട്. ഇതെല്ലാം പയറുകളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അപ്ഡേറ്റ്. ഇനി മുളയ്ക്കാത്തതൊന്നും മുളക്കില്ല കേട്ടോ. ഇനി വേറെ ഒന്നും മുളക്കില്ല. ഇപ്പോൾ ഈ മുളച്ച് നിൽക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇതിൽ പലതാണെങ്കിലും നമ്മൾ മാറ്റി നടുമ്പോൾ ചിലത് ചീത്തയായി പോകും, പെട്ടെന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങണതിൻ്റെ. അപ്പോൾ പയ്യനിപ്പോൾ നമുക്ക് വലുതായ നിങ്ങളെ ഒറ്റ ചട്ടിയിലോട്ട് മാറ്റി നടണം. പുറത്തേക്ക് നടാനായിട്ട് ഇനിയും 1 മാസം കൂടെ ഉണ്ട്, എന്നാലേ നമുക്ക് പുറത്തേക്ക് നടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നടന്ന വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.